നിയോ ലിബറലിസത്തിന്റെ ആളുകൾ ഒരു ഭാഗത്ത് പറയുന്നു ആണും പെണ്ണും ഒന്നാണ്. ലോകവും പ്രകൃതിയും ഒരു നിയമവും അംഗീകരിക്കാത്ത ന്യായം. ആണും പെണ്ണും ഒരുപോലെയാണ്. പുരുഷന് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും സ്ത്രീക്ക് ലഭിക്കണം. ഇത് പ്രകൃതി വിരുദ്ധമായ വാദമാണ്. രണ്ടുപേർക്കും അവകാശങ്ങൾ ലഭിക്കണം, രണ്ടുപേർക്കും നീതി ലഭിക്കണം, രണ്ടുപേർക്കും ന്യായം ലഭിക്കണം. ഇതെല്ലാം ശരിയായ വാദമാണ്. എന്നാൽ രണ്ടുപേർക്കും ഒരുപോലെയാണ് അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി വിരുദ്ധമായ വാദമാണ്. അതുകൊണ്ട് ഇസ്ലാമിന് അതിനോട് യോജിക്കാനാവില്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ അവകാശങ്ങൾ, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ അവകാശങ്ങൾ. അതുകൊണ്ടല്ലേ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ രണ്ടായി വേർതിരിച്ചു തന്നെ പറയുന്നത്? അല്ലെങ്കിൽ വേർതിരിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? അടിസ്ഥാനപരമായി നോക്കിയാൽ ഏതെല്ലാം അളവുകോലുകൾ വെച്ചാലും സ്ത്രീയും പുരുഷനും രണ്ട് പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ്. ഇപ്പോൾ ഈ കാണുന്ന മറ കേവലമായി ഒരു മതപ്രഭാഷണത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയുള്ള മറയല്ല. സ്ത്രീകളുടേതായ ചില സ്വകാര്യതകളെയും അവരുടെ അവകാശങ്ങളെയും വകവെച്ചു കൊടുക്കാനുള്ള അഭിമാനത്തിന്റെ മറയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, യാ നിസാഅൻ നബി, ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള സ്വകാര്യമായ ചില ചിട്ടകളെ പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ സാധാരണ വിശ്വാസിനികളെക്കാൾ കൂടുതൽ സൂക്ഷ്മതയുള്ളവരാകണം, കൂടുതൽ മറപാലിക്കുന്നവരാകണം, കൂടുതൽ ഹിജാബ് ശ്രദ്ധിക്കുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബത്തെ അങ്ങനെ തന്നെയാണ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് അല്ലയോ വിശ്വാസിനികളെ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, വിവരമില്ലാത്ത ജാഹിലിയ കാലഘട്ടത്തിൽ ആണും പെണ്ണും നഗ്നരായോ അർദ്ധനഗ്നരായോ കഅബ തവാഫ് ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഉടുതുണി പോലുമില്ലാതെ കഅബാലയത്തെ പ്രദക്ഷിണം വെച്ചിരുന്ന ഒരു ജനതയാണ് സംസ്കാരത്തിന്റെ ഉന്നതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മാറ്റത്തിന്റെ വിപ്ലവം നടത്തിയത്. അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത്, ആ നിയമത്തിൽ നിങ്ങൾ നിൽക്കണേ. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة. ഇസ്ലാം പറയുന്നത് അന്യ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വ്യായാമം ചെയ്യരുതെന്ന് മാത്രമല്ല, ഏറ്റവും പുണ്യകരമായ ഇബാദത്താകുന്ന നിസ്കാരത്തിനും നിങ്ങൾ ഒരുമിച്ച് കൂടരുത്. അനുവദിക്കുകയാണെങ്കിൽ സ്ത്രീ പുരുഷന്മാർ, അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചു ചേർന്ന് നിർവഹിക്കാൻ മതം അനുവദിക്കുമായിരുന്നെങ്കിൽ അനുവദിക്കേണ്ടിയിരുന്നത് നിസ്കാരമല്ലേ? അതുപോലും അനുവദിച്ചിട്ടില്ല. പിന്നെയാണോ അത്ര അനിവാര്യമല്ലാത്ത ഐച്ഛികമായ ഓരോരുത്തർക്കും ആവശ്യമെങ്കിൽ ആവശ്യാനുസൃതം മാത്രം വേണ്ട വ്യായാമത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. അപ്പോൾ ഇസ്ലാം സ്ത്രീയോട് രംഗപ്രവേശനം ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ആദ്യം പറയേണ്ടത് അവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്നായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന, സ്ത്രീകളുടെ ഏറ്റവും നല്ല പള്ളി വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ്.
വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ടത് അവരുടെ വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ്. നിസ്കാരം വീട്ടിന്റെ ഉള്ളിൽ മതി, വ്യായാമം അങ്ങാടിയിലാക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഇസ്ലാമുണ്ടോ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇസ്ലാം ആത്മീയമായ ഇസ്ലാമല്ല, അത് കേവലമായ രാഷ്ട്രീയമായ ഇസ്ലാമാണ്. അതുകൊണ്ടല്ലേ നിസ്കാരം അവർക്ക് ഒരുപക്ഷെ വ്യായാമമാകാം, എന്നാൽ നിസ്കാരം വ്യായാമമല്ല, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പുണ്യകരമായ ഇബാദത്താണ്. റമദാൻ മാസത്തിലെ നോമ്പ് കേവലം ഉപവാസമല്ല, അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രത്യേക അനുഷ്ഠാനമാണ്. ഹജ്ജ് ഒരു കലാപരിപാടിയോ സമ്മേളനമോ അല്ല, പ്രത്യേക സമയത്ത് നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ നിർവഹിക്കേണ്ട അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പുണ്യകർമ്മമാണ്. വെള്ളിയാഴ്ചത്തെ ഖുതുബ വെള്ളിയാഴ്ചത്തെ ഖുതുബ കേവലമായ പ്രസംഗമല്ല, അത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള പ്രത്യേകമായ ദിക്റാണ്. നിസ്കാരം വ്യായാമമല്ല, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള പുണ്യകരമായ ഇബാദത്താണ്. സകാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചാരിറ്റി സമ്പ്രദായമല്ല, കേവലം ഒരു ക്ഷേമ പ്രവർത്തനമല്ല, ഒരു സാമ്പത്തിക സഹായമല്ല. സകാത്ത് എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു സാമ്പത്തിക സഹായ പദ്ധതിയല്ല. സകാത്ത് കൊടുക്കുന്നവൻ പ്രത്യേകമായ അളവെത്തുമ്പോൾ പ്രത്യേക അനുപാതത്തിൽ ഖുർആൻ പറഞ്ഞ അവകാശികൾക്ക് നേരിട്ട് കൊടുത്തോ, അനിവാര്യമെങ്കിൽ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിച്ചു നൽകിയോ നിർവഹിക്കേണ്ട ആരാധനയാണ് സകാത്ത്. കേവലമായ ഒരു ചാരിറ്റി പ്രവർത്തനമല്ല, മറിച്ചോ ഈ സകാത്ത് കൊടുക്കുന്നവൻ അവന്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ അല്ലാഹു തആല പ്രത്യേക നിയമങ്ങളോടെ നിശ്ചയിച്ചിട്ടുള്ള ഇബാദത്താണ്. അതുകൊണ്ട് സമ്പന്നരായ ആളുകൾ സകാത്ത് കൊടുക്കുമ്പോൾ ഏതോ ബിദ്അത്തുകാരുടെ കമ്മിറ്റിയിൽ ഏൽപ്പിച്ചാൽ സകാത്ത് വീടി എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് അബദ്ധം പണഞ്ഞിരിക്കുന്നു. നിങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയ സമ്പത്തിൽ നിന്ന് അവൻ നിശ്ചയിച്ച വിഹിതം അവൻ നിശ്ചയിച്ച ആളുകൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന, ഒരു പക്ഷേ അയാൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ വിശ്വസ്തനായ ഒരു വ്യക്തിയെ ഏൽപ്പിച്ച് ലക്ഷ്യത്തിലെത്തി എന്ന് ബോധ്യപ്പെടും വിധം നിർവഹിക്കേണ്ട പുണ്യമായ ഒരു ഇബാദത്താണ്. അത് കേവലം ഒരു ചാരിറ്റി പ്രവർത്തനമല്ല. ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബൈത്തുൽ സകാത്തുകളിൽ കൊടുത്താൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ സകാത്ത് വീടുകയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. മതത്തിന്റെ കാര്യങ്ങളെ മുഴുവൻ ലളിതവൽക്കരിക്കുകയും അതിന്റെ ആത്മാവിനെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നത് ബിദ്അത്തുകാരുടെ പ്രവർത്തനമാണ്. അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനാവില്ല. എന്തുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തത്? ചിലപ്പോൾ അത്തരം കക്ഷികൾ പറയും, ഞങ്ങൾ കഴിഞ്ഞ വർഷം 100 കോടി രൂപ സക്കാത്തായി കിട്ടി, 10 കോടി രൂപയ്ക്ക് വീട് വെച്ചു കൊടുത്തു, 20 കോടി രൂപയ്ക്ക് ഞങ്ങൾ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു. അങ്ങനെയൊന്നും കണക്ക് ബോധിപ്പിച്ചത് കൊണ്ട് സക്കാത്ത് ശരിയാകണം എന്നില്ല. സക്കാത്ത് കേവലമായ ഒരു സാമ്പത്തിക ദാനമല്ല, അത് സവിശേഷമായ ഒരു ആരാധനയാണ്. നിസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ, ഹജ്ജിൽ ശ്രദ്ധിക്കുന്നത് പോലെ, ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹജ്ജ് നിർവഹിക്കുന്നത് പോലെ, ഉംറ നിർവഹിക്കുന്നത് പോലെ ശ്രദ്ധയോടെ സമ്പന്നർ നിർവഹിക്കേണ്ട ഇബാദത്താണ് അസ്സകാത്ത്.
നിസ്കാരം പറഞ്ഞിട്ട് അല്ലാഹു തആല ഖുർആനിൽ പ്രത്യേകം എണ്ണി പറഞ്ഞ ഇബാദത്താണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് ശരിയായ രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ കഴിയണം. അപ്പോഴേ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സക്കാത്ത് നിർവഹിച്ചവരായി നിങ്ങൾക്ക് രക്ഷപ്പെടാനാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. പറഞ്ഞു വന്നത്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ കലാലയങ്ങളുടെ പരിസരങ്ങളിൽ പോകുമ്പോൾ നിങ്ങളെ മാടി വിളിക്കുന്ന പല വഴികേടുകളുമുണ്ട്. ഏതെങ്കിലും അനാവശ്യമായ പ്രണയത്തിന്റെ വഴികേടുകളുടെ ചങ്ങാത്തങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കുമോ? ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് താങ്ങാനാവില്ല. അതുകൊണ്ട് പൊന്നുമോളെ, എന്റെ പ്രിയമുള്ള സഹോദരി, എന്റെ ജീവിതം കൊണ്ട്, എന്റെ വേഷം കൊണ്ട്, എന്റെ ഭാഷ കൊണ്ട്, എന്റെ ഭാവം കൊണ്ട് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനിക്കരുത് എന്ന ഒരു കൃത്യമായ ചിട്ട നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണ്ടേ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചത് ഈ ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്. വമുബശ്ശിറാ, ഏറ്റവും വലിയ സുവിശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രപഞ്ചത്തിന് മുഴുവനും സുവിശേഷമാണ്. എന്താണ് സുവിശേഷം?